ടു CC Plus. I am Revati Babu. അപ്പോൾ നമ്മുടെ CCയില് ഇപ്പോൾ ബിഗ് ഡേയ്സ് ആണല്ലേ. മാർച്ച് 31 വരെയാണ് ബെസ്റ്റ് ഓഫർ ആണ് ഓരോ കോഴ്സിനും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ടൈം ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പൊ കുട്ടികൾക്ക് വെക്കേഷൻ ടൈം ആണല്ലേ. അപ്പൊ ആ ഒരു വെക്കേഷൻ ടൈമിൽ അവരുടെ ആ ടൈം വെറുതെ കളയാതെ മാക്സിമം അവർക്ക് എന്താണ് വേണ്ടത്, എന്തെങ്കിലും കോഴ്സിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, ഇപ്പൊ ലാംഗ്വേജിലൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്, അതിനുവേണ്ടി നമ്മൾ 1-to-1 ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നവോദയ എൻട്രൻസ്, സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം, ഇതുപോലുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇത് പഠിക്കാൻ ഉള്ളൊരു അവസരമാണ്. അവർക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലേ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. 9496949929 എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് നവോദയ എൻട്രൻസ് എക്സാം, സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം, 1-to-1 ട്യൂഷൻ, CBSE സിലബസ് ബേസ്ഡ് ആണ്, 10th CBSE ഓൺലൈൻ ബാച്ച്, ലാംഗ്വേജ് ലേണിംഗിലാണ് എന്തൊക്കെ വരുന്നത്, മലയാളം വരുന്നുണ്ട്, ഹിന്ദി വരുന്നുണ്ട്, സാൻസ്ക്രിറ്റ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. അതും ലാംഗ്വേജ് ലേണിംഗിൽ കുട്ടികളുടെ ബേസിക് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ലെവലിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നവോദയ എൻട്രൻസ് എക്സാം അല്ലെ, 2026 ബാച്ച് നവോദയ എൻട്രൻസ് എക്സാമിന് വന്ന നമ്മുടെ റിസൾട്ട് ആണിത്. ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്ത ഒരു എക്സാമില് നമ്മുടെ കുട്ടികൾ ഇത്രയും പേര് പാസ്സായി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണല്ലേ, ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്, ഔപചാരിക കത്ത് അല്ലെ. ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ ചോദിക്കുന്നതാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. 5th തൊട്ട് 8th വരെ ഏകദേശം ഒരു പാറ്റേണും, പിന്നെ 9th 10th വരുമ്പോൾ കുറച്ച് ലെങ്ത് ഒക്കെ കൂട്ടി കുറച്ച് ഫോർമൽ ലാംഗ്വേജ് ഉപയോഗിച്ച് വേണം നമ്മൾ എഴുതാനായിട്ട്. പക്ഷെ വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഒരു 5th-ലും 6th-ലും ഒക്കെ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് പാരഗ്രാഫും ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും മാത്രം ആഡ് ചെയ്യുമ്പോൾ ഒരു 9th-ലേക്കും 10th-ലേക്കൊക്കെ എത്തുമ്പോൾ ഒരു 3 പാരഗ്രാഫ് വരുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ബേസിൽ ആ എഴുത്തിന്റെ രീതിയും കൂടി മാറ്റം വരുത്തണം. എന്നാലാണ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഔപചാരിക കത്ത് എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം. ശരിയായ ഫോർമാറ്റ് പാലിക്കുക എന്നത് തന്നെ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഒരു ഫോർമാറ്റ് വേണം അല്ലെ. ഹെഡ്ലൈൻ ഉണ്ടായിരിക്കാം, പാരഗ്രാഫ് വൈസ് ആയിരിക്കണം എഴുതേണ്ടത്. അങ്ങനെ കുറച്ച് പാറ്റേൺ ഉണ്ട്, കുറച്ച് ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അതെല്ലാം പാലിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അയക്കുന്നവന്റെ വിലാസം, സ്വീകരിക്കുന്നവന്റെ വിലാസം, തീയതി, വിഷയം, അഭിവാദ്യം, ആദരണീയനായ, ബഹുമാനപ്പെട്ട തുടങ്ങിയ അഭിവാദ്യം വേണം. കത്തിന്റെ ഉള്ളടക്കം, അവസാന അഭിവാദ്യം, നമ്മൾ പറയില്ലേ വിശ്വാസപൂർവം, ഞാൻ വിശ്വാസപൂർവം കത്തു ചുരുക്കുന്നു, പ്രതീക്ഷയോടെ എന്നൊക്കെ പറയില്ലേ, അതാണ് അവസാന അഭിവാദ്യം എന്ന് പറയുന്നത്. പിന്നെ പേര്, ഒപ്പ്, ഇത്ര നൽകിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫോർമൽ ലെറ്റർ, ഒരു ഔപചാരിക കത്ത് എഴുതേണ്ടത്. അപ്പോ ആദ്യം തന്നെ നമുക്കറിയാം ഫ്രമും ടൂവും നമ്മൾ എഴുതണം അല്ലെ. നമ്മൾ എഴുതുന്ന ആളുടെ അഡ്രസ് ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. അതാണ് അയക്കുന്നവന്റെ വിലാസം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ആർക്കാണ് എഴുതുന്നത്, ടു, ആ അഡ്രസ് കൊടുക്കണം. തീയതി, വിഷയം കൊടുത്ത് അഭിവാദ്യം ചെയ്ത് മാത്രമേ കത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും അല്ലെ. പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക്, പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും. പക്ഷെ ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അതൊരു ഫോർമൽ ലെറ്റർ ആണ്. നമ്മൾ ഏതെങ്കിലും ഇപ്പം നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസറിനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും ഒരു ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരണീയനായ തുടങ്ങിയ അഭിവാദ്യ വാക്കുകളായിരിക്കണം അതിന് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഒരു സുഹൃത്തിന് കത്ത് എഴുതുന്നത് പോലെ പ്രിയപ്പെട്ട എന്നൊക്കെ തുടങ്ങി എഴുതാൻ പാടില്ല. അപ്പോ അഭിവാദ്യം, ആദരണീയനായ അല്ലെങ്കിൽ ആദരണീയ സാർ, മാഡം എന്നൊക്കെ തുടങ്ങി നമ്മൾ തുടങ്ങുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്നത് ബഹുമാനപ്പെട്ട എന്ന വാക്കാണ്. കത്തിന്റെ ഉള്ളടക്കം വേണം. കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ആ കത്ത് എഴുതുന്നത്, ഒരു വിഷയം ഉണ്ടായിരിക്കും അല്ലെ.
ആ ഒരു ടോപ്പിക് ആണ് നമ്മൾ ആ കൊടുക്കേണ്ടത്, ഉള്ളടക്കത്തിൽ കൊടുക്കേണ്ടത്. ഈ ഉള്ളടക്കം നമ്മൾ പാരഗ്രാഫ് വൈസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ് എന്നിങ്ങനെ പാരഗ്രാഫ് വൈസ് ആയിട്ടാണ് എഴുതാനായിട്ട്. വളരെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഓർഡർ നിങ്ങൾ പാലിക്കണം. അപ്പോൾ ഓരോ പാരഗ്രാഫിലും ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞു തരാം. അപ്പൊ കത്തിന്റെ ഉള്ളടക്കം വേണം. അവസാന അഭിവാദ്യം, തുടക്കത്തിലും അഭിവാദ്യം വേണം, അവസാനവും അഭിവാദ്യം വേണം. തുടക്കത്തിൽ നമ്മൾ ആദരണീയനായ, ബഹുമാനപ്പെട്ട വെച്ച് തുടങ്ങി തീരുമ്പോൾ വിശ്വാസപൂർവം ഈ കത്ത് ചുരുക്കുന്നു, അപേക്ഷിക്കുന്നു, എന്റെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്തോടെ കത്ത് ചുരുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് അവസാന അഭിവാദ്യം എന്ന് പറയുന്നത്. വിശ്വാസപൂർവം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പേരും ഒപ്പും കൊടുത്തതിന് ശേഷം കത്ത് ചുരുക്കുകയാണ്, അല്ലെങ്കിൽ കത്ത് തീർക്കുകയാണ്, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഭാഷ ലളിതവും വിനയപൂർവവുമാകണം. വിനയപൂർവം എന്ന് പറയുമ്പോൾ റിക്വസ്റ്റഡ് മോഡിലായിരിക്കണം ഫോർമൽ ലെറ്റർ തയ്യാറാക്കേണ്ടത്. എനിക്കത് വേണം, ഇത് വേണം, അത് ചെയ്തു തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കത്തെഴുതാൻ പാടില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം. ഒരു റിക്വസ്റ്റ് ഫോമിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് ചെയ്തു തരണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വളരെ വിനയപൂർവം റിക്വസ്റ്റഡ് മോഡിൽ വേണം കത്തെഴുതാനായിട്ട്. സംസാര ഭാഷ ഒഴിവാക്കണം, അതാണ് പറഞ്ഞത്. സംസാര ഭാഷ ഒഴിവാക്കി കുറച്ച് ഫോർമൽ ലാംഗ്വേജിൽ വേണം നമ്മൾ കത്തെഴുതാനായിട്ട്. ദയവായി, കണ്ടോ, ദയവായി, വിനയപൂർവം, അറിയിക്കുന്നു തുടങ്ങിയ ഔദ്യോഗിക വാക്കുകൾ ഉപയോഗിക്കുക. ഒരു ഫോർമൽ ലാംഗ്വേജ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഫോർമൽ ലാംഗ്വേജിൽ വേണം ഫോർമൽ ലെറ്റർ എഴുതാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിഷയം വ്യക്തമായിരിക്കണം. നമ്മളൊരു കത്ത് എഴുതി വെച്ചു, അത് വായിക്കുന്ന ആൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ച് എഴുതുന്നേ, എന്താണ് വേണ്ടത്, നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല, എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ആ രീതിയിൽ എഴുതരുത്. കറക്റ്റ് ആയിട്ട് ടോപ്പിക്, വിഷയം അവിടെ വ്യക്തമായിരിക്കണം. ആ ഒരു ഉള്ളടക്കത്തിൽ എന്ത് വേണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് വേണം. ആ ഫോർമാറ്റിൽ ആ വിഷയം കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കണം. എന്തിനാണ് കത്ത് എഴുതുന്നത് എന്ന് ആദ്യ പാരഗ്രാഫിൽ തന്നെ വ്യക്തമാക്കണം. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ എന്തിനാണ് കത്ത് എഴുതുന്നത് എന്നത് വ്യക്തമാക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും കത്തല്ലേ ഒറ്റ പാരഗ്രാഫ് പോരെ എന്ന്. അല്ല, പാരഗ്രാഫ് തിരിച്ച് വേണം ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ഇൻഫോർമൽ ലെറ്റർ നമുക്ക് ഒരൊറ്റ പാരഗ്രാഫിൽ എഴുതി തീർക്കാം, കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒക്കെ കത്ത് എഴുതുന്നത്. പക്ഷെ ഒരു ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പാരഗ്രാഫ് വൈസ് ആയിരിക്കണം എഴുതേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ചുരുക്കമായി എഴുതണം, ചുരുക്കി എഴുതണം. ഒരുപാട് വാരി വലിച്ച് എഴുതരുത്, ചുരുക്കമായി എഴുതണം. വളരെ നീളമുള്ള വാചകങ്ങൾ ഒഴിവാക്കുക. ആവശ്യമായ കാര്യങ്ങൾ മാത്രം എഴുതുക. ആവശ്യമായ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. വളരെ നീളമുള്ള വാചകങ്ങളെല്ലാം ഒഴിവാക്കുക. സംസാര ഭാഷ പാടില്ല എന്ന് മാത്രമുള്ളൂ എന്ന് കരുതി നമ്മൾ ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല, ചുരുക്കിയാണ് എഴുതേണ്ടത്. ശരിയായ അക്ഷരപ്പിശകുകൾ ഒഴിവാക്കുക. അക്ഷരപ്പിശകുകളൊക്കെ, അക്ഷരത്തെറ്റ്, അത് നമ്മുടെ മാർക്ക് കുറയാൻ വലിയൊരു കാരണമാണ്. എന്താണ്, നമ്മൾക്ക് എത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും അക്ഷരത്തെറ്റ് ഉണ്ടെങ്കിൽ മാർക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അക്ഷരത്തെറ്റില്ലാതെ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എഴുതിയതിന് ശേഷം ഒന്ന് വായിച്ച് പരിശോധിക്കുകയാണ് ഏറ്റവും നല്ലത്. തീയതിയും പേരും മറക്കരുത്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേരും തീയതിയും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കത്ത് എഴുതുന്ന സമയത്തായിരിക്കും, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫോർമൽ ലെറ്റർ എഴുതാൻ തന്നേക്കുവാണ്, ആ പരീക്ഷ എഴുതുന്ന ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. ഇനിയിപ്പോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ലെറ്ററിന്റെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ആർക്കാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ചൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതേണ്ടത് ഉണ്ടാവുള്ളൂ. പേരും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാം, അഡ്രസ്സ് വേണമെങ്കിൽ ഉണ്ടാക്കി എഴുതാം. അതുപോലെ തന്നെ ലാസ്റ്റ് ആ ഒരു തീയതിയും പേരും കൊടുത്തതിന് ശേഷം മാത്രമേ കത്ത് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. മാതൃക 1, നമുക്ക് കുറച്ച് മാതൃകകൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് മാതൃക അനു കെ, അതാണ് അയക്കുന്ന ആള്. കണ്ടോ, നമ്മൾ അയക്കുന്ന ആളുടെ പേര്, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് രണ്ടാമതും നമ്മുടെ പേര് ആദ്യവുമാണ് കൊടുക്കേണ്ടത്. എഴുതുന്ന ആളുടെ പേര് ആദ്യവും എഴുതുന്ന ആളുടെ അഡ്രസ്സ് ആദ്യവും, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് രണ്ടാമതുമാണ് എഴുതേണ്ടത്. അപ്പൊ അയക്കുന്നവൻ ആരാണ്? അനു കെ എന്നാണ് ഇവിടെ പേര് കൊടുത്തേക്കുന്നത്. 7A എന്ന് കൊടുത്തിട്ടുണ്ട്. GVHSS കോഴിക്കോട് എന്നൊരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനായിരിക്കും കത്തെഴുതാൻ വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സ്കൂളിന്റെ അഡ്രസ്സ് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോ
അയക്കുന്ന ആളുടെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം സ്വീകരിക്കുന്ന ആളുടെ അഡ്രസ്സ് കൊടുത്തേക്കാണ്. പ്രധാന അധ്യാപകൻ GVHSS കോഴിക്കോട്. അപ്പൊ പ്രധാന അധ്യാപകനാണ് കത്ത് എഴുതുന്നത്. സ്കൂളിന്റെ പേരും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഫ്രമ്മുമായി ടൂവുമായി അല്ലെ, 2 അഡ്രസ്സുമായി. നെക്സ്റ്റ് തീയതിയും എഴുതി, വിഷയം എഴുതി. വിഷയവും തീയതിയും മറക്കരുത്. അഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് തീയതിയും വിഷയവുമാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അഡ്രസ്സ് എഴുതി. നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ് എഴുതി കഴിഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ആ ഒരു ലെറ്റർ എഴുതി തുടങ്ങാൻ പാടില്ല. തീയതി എഴുതണം. അത് കഴിഞ്ഞ് വിഷയം, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കത്ത് എഴുതുന്നത്, അത് എഴുതണം. ഒരു ദിവസത്തെ അവധിക്ക് അപേക്ഷ. അപ്പോ ഇവിടത്തെ വിഷയം ഒരു ദിവസത്തെ അവധിക്ക് അപേക്ഷയാണ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തിനാണ് കത്ത് എഴുതുന്നത്. ആ ക്വസ്റ്റ്യനിൽ നിന്ന് അത് അങ്ങനെ തന്നെ എടുത്ത് എന്തെഴുതുക, അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് എഴുതിയാൽ മതി. അപ്പോ വിഷയം ഒരു ദിവസത്തെ അവധി, അതാണ് ഇവിടത്തെ വിഷയം. ഇതൊരു ചെറിയ കത്താണ്. ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു കത്താണിത്. ആദരണീയ സാർ അല്ലെങ്കിൽ മാഡം എന്ന് എഴുതിയിട്ട് വിനയപൂർവ്വം അറിയിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നു ഔദ്യോഗിക വാക്ക് ഉപയോഗിക്കണം, റിക്വസ്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. വിനയപൂർവ്വം അറിയിക്കുന്നത്, എനിക്ക് നാളെ ഡേറ്റ് കൊടുത്തതിന് ശേഷം ആരോഗ്യ പ്രശ്നം ഉള്ളതിനാൽ സ്കൂളിൽ ഹാജരാകാൻ സാധിക്കില്ല. അതിനാൽ ഒരു ദിവസത്തെ അവധി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവധി അനുവദിക്കുമെന്ന പ്രതീക്ഷയോടെ, കണ്ടോ, പ്രതീക്ഷയോടെ. ലാസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ വിനയപൂർവ്വം എന്നൊക്കെ പറഞ്ഞ് ആദരണീയനായ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് തീരുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവസാന അഭിവാദ്യം കൊടുക്കണം. പ്രതീക്ഷയോടെ, നന്ദി. എപ്പോഴും നന്ദി പറയാതെ ഒന്നും കത്ത് അവസാനിപ്പിക്കരുത്. വിശ്വാസപൂർവം. ഈ നന്ദി, വിശ്വാസപൂർവം, പ്രതീക്ഷയോടെ, അതുപോലെ ബഹുമാനപ്പെട്ട, ആദരണീയനായ, വിനയപൂർവം, ഇതുപോലുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ വാക്കുകളൊക്കെ എടുത്ത് എഴുതാം. ടോപ്പിക്ക് മാത്രം മാറ്റിയാൽ മതി. ടോപ്പിക്ക് മാത്രം മാറ്റുക, ഈ വാക്കുകൾ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുക. പക്ഷെ ടോപ്പിക്ക് മാറ്റണം. ടോപ്പിക്കിനനുസരിച്ച് പാരഗ്രാഫ് അറേഞ്ച് ചെയ്ത് എഴുതണം. ലാസ്റ്റ് ഒപ്പിട്ട് അനു കെ എന്ന് എഴുതി പേരും എഴുതി കഴിഞ്ഞപ്പോൾ ഈ കത്ത് അവസാനിച്ചു. പക്ഷെ ഈ കത്ത് ഒരു 5th സ്റ്റാൻഡേർഡിന് പറ്റിയ കത്താണ്. നമുക്ക് ഒരിക്കലും ഒരു 9th-ലേക്കോ 8th-ലേക്കോ ഈ കത്ത് എഴുതാൻ പറ്റില്ല. ഒരു 5th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഫോർമൽ ലെറ്റർ ഇത്രയൊക്കെ എഴുതി നമുക്ക് അവസാനിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി മാതൃക 2-ലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അയക്കുന്ന ആളുടെ അഡ്രസ്സൊക്കെ കൊടുത്ത്, അഖിൽ PR എന്നൊക്കെ കൊടുത്ത്, 7B SNHSS എറണാകുളം എന്നൊക്കെ കൊടുത്ത്, പ്രധാന അധ്യാപകന് തന്നെയാണ് കത്ത്. സെക്കൻഡ് സ്വീകരിക്കുന്ന ആളുടെ ആ ഒരു വിലാസം കൊടുക്കാണ്. അതേ സ്കൂള് തന്നെയാണ് അവിടെ. അത്രയും ആ ഒരു ഫോർമാറ്റ് അവിടെ തീർന്നേക്കാണ്. ഫോർമാറ്റിന്റെ ആദ്യ ഭാഗം തീർന്നു, അഡ്രസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, 2 കാര്യമുണ്ട് കേട്ടോ. 2 കാര്യം. അതില് തീയതി നിങ്ങൾ മറന്നു പോയാലും ടോപ്പിക് എഴുതാൻ മറക്കരുത്. വിഷയം എന്ന് എഴുതിയിട്ട് എന്ത് വിഷയത്തിനാണോ കത്ത് എഴുതുന്നത് അത് അവിടെ കൊടുക്കണം. തീയതി എഴുതി, വിഷയം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC നൽകുന്നതിനുള്ള അപേക്ഷയാണ്. അതുപോലെ ഓരോ കത്തിനും ഓരോ വിഷയം ഉണ്ടായിരിക്കും. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാകും. വിഷയം എഴുതാതെ കത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോ ഇത്രയും എഴുതിയതിനു ശേഷമാണ് കത്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇതും എന്താണ്, ഒരു 5th 6th സ്റ്റാൻഡേർഡിലേക്ക് പറ്റുന്ന കത്താണ്. വേണമെങ്കിൽ 7th-ലേക്കും എഴുതാം. പക്ഷെ 7th-ലേക്ക് എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി കണ്ടന്റ് അതിനകത്തേക്ക് ഉൾപ്പെടുത്തണം. ആദരണീയനായ ഓർ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉപയോഗിക്കാം. വിനയപൂർവ്വം അറിയിക്കുന്നത്, എന്റെ മാതാപിതാക്കളുടെ ജോലി സ്ഥലം മാറ്റം കാരണം ഞങ്ങളുടെ കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. അതിനാൽ ഈ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ എല്ലായിടത്തും എല്ലാ ഫോർമൽ ലെറ്ററിലും അപേക്ഷിക്കുന്നു എന്നുള്ള വാക്ക് വരും. അതുപോലെ ആദരണീയനായ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എന്ന വാക്ക്, വിനയപൂർവം, അതുപോലെ തന്നെ വിശ്വാസപൂർവം, നന്ദി, അഭ്യർത്ഥിക്കുന്നു, ഇവിടെ അഭ്യർത്ഥിക്കുന്നു, ഇതുപോലെയുള്ള റിക്വസ്റ്റഡ് മോഡിലുള്ള വേർഡ്സ് വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഫോർമൽ ലെറ്ററിന് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് എത്രയും വേഗം TC നൽകണമെന്ന് വിനീതമായി വിശ്വാസപൂർവം, ഇതൊക്കെ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അഭ്യർത്ഥിക്കുന്നു, നന്ദി, വിശ്വാസപൂർവം, ഒപ്പ്, അഖിൽ PR. ലാസ്റ്റ് അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒപ്പൊക്കെ കൊടുത്ത് ഒരു തീയതിയൊക്കെ കൊടുത്ത് നമ്മുടെ പേരൊക്കെ എഴുതി അത് അവസാനിപ്പിക്കുക. എഴുതുമ്പോൾ അക്ഷരതെറ്റ് മാക്സിമം ഒഴിവാക്കുക. കറക്റ്റ് ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കത്ത്
കുറച്ചും കൂടി കണ്ടന്റ് ആഡ് ചെയ്താണ് എഴുതിയേക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് ഉണ്ട്, ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ട്, കുറച്ചും കൂടി കണ്ടന്റ് ഉണ്ട്. ആദ്യം കണ്ടതുപോലെയല്ല. ആദ്യം കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ 5th 6th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കത്തായിരുന്നു 2 അപ്പൊ മാതൃക 3 എന്ന് പറയുന്നത് നമ്മൾ അതേപോലെ തന്നെ 6th സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, 5th ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, ഫോർമാറ്റില് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇതേ ഫോർമാറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനനുസരിച്ച് കണ്ടന്റ് കൂട്ടണം, അതിനനുസരിച്ചുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോ മാതൃക 3 എന്ന് പറയുന്നത് അതുപോലെ തന്നെ അയക്കുന്ന ആളുടെ അഡ്രസ്സ്, ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സും കൊടുത്തു. ഇവിടെ അനൂക്കെ 7A സ്കൂളിന്റെ പേരാണ് അഡ്രസ്സ്. സെക്രട്ടറിക്കാണ് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്കാണ് കത്തെഴുതുന്നത്, തൃശ്ശൂർ. അതിനുശേഷം തീയതി കൊടുത്ത് വിഷയം എഴുതിയേക്കുവാണ്. പരിസര പ്രദേശത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ. ഇതാണ് ഇവിടെ വിഷയമായി വന്നേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മുടെ ഫോർമാറ്റിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്രസ് ആണ്. നമ്മുടെ അഡ്രസ്സ്, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സും കൊടുത്ത് നെക്സ്റ്റ് തീയതിയും കൊടുത്തു വിഷയവും കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കത്ത് സ്റ്റാർട്ട് ചെയ്യുക. കത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കത്ത് സ്റ്റാർട്ട് ചെയ്യുക. ആദരണീയനാണ് ഞാൻ എല്ലായിടത്തും ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട എന്ന വാക്ക് ഉപയോഗിക്കാം. ആദരണീയ സാർ അല്ലെങ്കിൽ മാഡം എന്ന് പറഞ്ഞ് നമ്മൾ ആ കണ്ടന്റ് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മളുടെ വിഷയം എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഞങ്ങളുടെ പ്രദേശത്ത് മാലിന്യം ശരിയായ രീതിയിൽ നീക്കം ചെയ്യാത്തതിനാൽ ദുർഗന്ധവും കൊതുകുകളുടെ വർധനയും ഉണ്ടാകുന്നു. ഈ പ്രദേശവാസികളുടെ ആരോഗ്യ പ്രശ്നത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇത് പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അപ്പോ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് കൊടുത്തത്? വിഷയം. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്തിനാണോ ആ കത്ത് എഴുതുന്നത് ആ വിഷയം അതുപോലെ കൊടുത്തതിന് ശേഷം ഈ ഒരു കാര്യത്തിന് ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. എപ്പോഴും ഏതൊരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോഴും ഫസ്റ്റ് പാരഗ്രാഫിൽ ടോപ്പിക് നമ്മൾ മെൻഷൻ ചെയ്യണം. ഞാൻ എന്തിനാണ് കത്ത് എഴുതുന്നത് അത് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ ആ എഴുതിയത് കൊണ്ട് എനിക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ടോപ്പിക് പറഞ്ഞു, അതിനുശേഷം എന്തൊക്കെ ചെയ്തു തരണം എന്നുള്ള ഒരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണമല്ലോ. അപ്പൊ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ആ ഒരു മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്ന് ഈ എഴുതിയേക്കുന്ന ആൾക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ളതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ. അതുകൊണ്ട് മാലിന്യങ്ങൾ സമയബന്ധിതമായി നീക്കം ചെയ്യുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി, വിശ്വാസപൂർവം ഒപ്പ് അനു കെ. അപ്പൊ നിങ്ങൾക്ക് ഇതും എല്ലാ കത്തുകളിലേക്കും കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി പറഞ്ഞ് വിശ്വാസപൂർവം എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് പേരും എഴുതുന്ന ലാസ്റ്റ് ഫോർമാറ്റിന്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് എല്ലാത്തിലേക്കും ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ടോപ്പിക് പറഞ്ഞു. ടോപ്പിക് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ ടോപ്പിക് ആ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു തരേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ച് നമ്മുടെ പേരും എല്ലാം കൊടുത്ത് കത്ത് ചുരുക്കി കത്ത് കൺക്ലൂഡ് ചെയ്തേക്കുവാണ്. നമ്മുടെ ലാസ്റ്റ് മോഡല് മാതൃക 4 ലാസ്റ്റ് മാതൃകയും കൂടി നമുക്ക് നോക്കാം. അവസാനത്തെ മാതൃകയാണ്. ഇതും ഒരു 8th 9th 10th വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ കുറച്ച് കൂടുതലും കൂടി എഴുതാൻ പറ്റുന്നുണ്ട്, കുറച്ച് കൂടുതൽ നല്ല ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സ്വന്തമായിട്ടൊക്കെ എഴുതാം. കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതി കുറച്ചുകൂടി വലിയ കത്തൊക്കെ ആക്കി മാറ്റാം. ഇപ്പൊ മാതൃക 4 അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം ഫ്രം ടു അയക്കുന്ന ആളുടെ സ്വീകരിക്കുന്ന ആളുടെ അഡ്രസ്സൊക്കെ കൊടുത്ത് തീയതി വിഷയം പറഞ്ഞു. വിഷയം എന്താണ്? ഞങ്ങളുടെ പ്രദേശത്തിലെ വീതി വിളക്കുകൾ ശരിയാക്കുന്നതിനുള്ള അപേക്ഷയാണ് ഈ ഒരു കത്തില് വിഷയമായിട്ട് വന്നേക്കുന്നത്. വിഷയം പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കത്ത് സ്റ്റാർട്ട് ചെയ്തു. വിഷയം എഴുതാതെ കത്ത് സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പൊ വിഷയം എഴുതി അതിനുശേഷം കത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും റിക്വസ്റ്റഡ് ആയിട്ട് തുടങ്ങുകയാണ്. ആദരണീയനായ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ഞങ്ങളുടെ പ്രദേശത്തിലെ പല വീതി വിളക്കുകളും കുറച്ചു ദിവസങ്ങളായി പ്രവർത്തനരഹിതമാണ്. ഇതിന്റെ കാരണം രാത്രി സമയത്ത് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളും മുതിർന്നവരും ഏറെ പ്രയാസപ്പെടുന്നു. അപ്പൊ അതാണ് വിഷയം, അതാണ് അവിടുത്തെ വിഷയം. ഇനി ആ വിഷയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം
എന്നുള്ളതാണ് സെക്കൻഡ് പാരഗ്രാഫ്. അതുകൊണ്ട് തകരാറിലായ വീതി വിളക്കുകൾ എത്രയും വേഗം ശരിയാക്കി പൊതുജനങ്ങൾക്ക് സൗകര്യം ഒരുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നന്ദി, വിശ്വാസപൂർവ്വം പറഞ്ഞു, ഒപ്പും പറഞ്ഞു, പേരും എഴുതി കത്ത് നമ്മൾ അവസാനിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് 4 മോഡൽ കാണിച്ചു തന്നത് എന്തിനാണ്? 4 മോഡലിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കത്തും ഒരുപോലെയാണ് അല്ലെ? എല്ലാ കത്തും ഒരുപോലെയാണ്. എല്ലാത്തിലും ആദരണീയനായ, ബഹുമാനപ്പെട്ട, വിശ്വാസപൂർവം, വിനയപൂർവം, അപേക്ഷിക്കുന്നു, ഇതൊക്കെ തന്നെയാണ് വരുന്നത് വേർഡ്സ്. ഔദ്യോഗിക വാക്കുകൾ അല്ലെങ്കിൽ ഫോർമൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഈ കത്തുകളിൽ ഇതുപോലുള്ള വേർഡ്സുകളെല്ലാം റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഈ 4 മോഡൽ കാണുമ്പോഴും അതില് കുറേ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് എന്തെല്ലാം വാക്കുകൾ ഉപയോഗിക്കാം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4 മോഡൽ കാണിച്ചു തന്നത്. അതുകൂടാതെ തന്നെ ഈ 4 മോഡലിലും ഫോർമാറ്റ് ഒരുപോലെയാണ് അല്ലെ? ആദ്യം നമ്മൾ അഡ്രസ്സ് എഴുതി, അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതി, സ്വീകരിക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതി, തീയതി എഴുതി, വിഷയം എഴുതിയതിന് ശേഷം നമ്മൾ കത്ത് സ്റ്റാർട്ട് ചെയ്തു. കത്ത് എപ്പോഴും പാരഗ്രാഫ് വൈസിൽ വേണം എഴുതാനായിട്ട്. മിനിമം സെക്കൻഡ് പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും വേണം. തേർഡ് പാരഗ്രാഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഒന്ന് എഴുതാൻ തയ്യാറാണ് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്, വേർഡ്സ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തേർഡ് പാരഗ്രാഫിൽ നമുക്ക് അവസാനിപ്പിക്കാം, ഒരു കൺക്ലൂഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 2 പാരഗ്രാഫ് ആണ് വേണ്ടത് കത്ത് എഴുതാൻ. ഒരൊറ്റ പാരഗ്രാഫിൽ കത്ത് എഴുതി നിർത്തരുത്, 2 പാരഗ്രാഫ് വേണം. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്തു? ടോപ്പിക് മെൻഷൻ ചെയ്തു. ഞാൻ എന്തിനാണ് ഈ കത്ത് എഴുതുന്നത്, എന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ കത്തിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തു. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ആ ഒരു കാര്യം പരിഹരിക്കാൻ, നമ്മൾ അയക്കുന്ന ആളോട് പരിഹാരമാണല്ലോ ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്ന ഈ കാര്യത്തിന് ഒരു പരിഹാരം വേണം, അല്ലെങ്കിൽ അത് അയാൾ നിർവഹിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ കത്ത് എഴുതുന്നത്. അപ്പൊ ആ പരിഹാരം എന്താണ് വേണ്ടത്, ഈ ഒരു വിഷയത്തിനുള്ള പരിഹാരം എന്തൊക്കെയാണ് എനിക്ക് ചെയ്തു തരേണ്ടത് എന്നുള്ളത് സെക്കൻഡ് പാരഗ്രാഫിലും പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് നന്ദിയൊക്കെ പറയണം കേട്ടോ. നന്ദിയൊന്നും പറയാണ്ട് ഒരിക്കലും കത്തൊന്നും, ഫോർമൽ ലെറ്റർ ഒന്നും ഒരിക്കലും ക്ലോസ് ചെയ്യരുത്. അപ്പൊ നന്ദിയും പറഞ്ഞ് വിശ്വാസപൂർവം എന്നൊക്കെ പറഞ്ഞു ഒപ്പൊക്കെ ഇട്ട് പേരും കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു കത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, അക്ഷരത്തെറ്റ് പരമാവധി ഒഴിവാക്കി വേണം എഴുതാനായിട്ട്. ഹാൻഡ് റൈറ്റിംഗ് വലിയ കാര്യമില്ല എന്ന് ഉദ്ദേശിച്ചത്, ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് യൂണീക്കാണ്, വ്യത്യസ്തമാണ്. പക്ഷെ ഹാൻഡ് റൈറ്റിംഗിലല്ല മാർക്ക് വരുന്നത്, നമ്മൾ എഴുതുന്നതിൽ ഹാൻഡ് റൈറ്റിംഗിന് കുറച്ച് മാർക്ക് കിട്ടും. എന്നാൽ പോലും നമ്മൾ എഴുതുന്നതിലെ കണ്ടന്റ്, അതുപോലെ തന്നെ നമ്മൾ എഴുതിയേക്കുന്നതിലുള്ള അക്ഷരത്തെറ്റ്, ഒരുപാട് അക്ഷരത്തെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ മാർക്ക് പോകും. ഓരോ അക്ഷരത്തെറ്റിനും ഓരോ മാർക്ക് പോകും. അതുകൊണ്ട് മാക്സിമം അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതുക. നമ്മൾ എഴുതിയതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വായിച്ചു നോക്കുക. കുറേയും വാരി വലിച്ചെഴുതാതെ ആവശ്യമുള്ളത് മാത്രം എഴുതി കത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഒരു ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഔപചാരിക കത്ത് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 5th സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ ഈ ഒരു ഔപചാരിക കത്ത് ചോദിക്കാറുള്ളതാണ് ഫോർമൽ ലെറ്റർ. അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ ആ ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് പഠിപ്പിച്ചത് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ CC+ന്റെ മലയാളം ട്യൂഷൻ 1-to-1 ട്യൂഷൻ ആണ്. മലയാളം കളരി, മലയാളം മാത്രമല്ല, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റ് തുടങ്ങിയ ലാംഗ്വേജുകളാണ് നമുക്ക് ട്യൂഷൻ 1-to-1 ട്യൂഷൻ ആയിട്ട് ലഭിക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ് പോകുന്നത്. 1 hour ക്ലാസ് ആണ് പോകുന്നത്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ലെവൽ അനുസരിച്ച് ആ കുട്ടിക്ക് എന്ത് കൊടുക്കണം എന്ന് ടീച്ചർ മനസ്സിലാക്കി അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, സാൻസ്ക്രിറ്റ് ആയിക്കോട്ടെ, ലാംഗ്വേജിൽ പ്രശ്നമുള്ള കുട്ടികൾ ഒരുപാടുണ്ട് ഇപ്പൊ അല്ലെ? അപ്പൊ ആ ലാംഗ്വേജിന്റെ പ്രശ്നം മാറ്റാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അവർക്ക് ലാംഗ്വേജിലെ പ്രശ്നം വായിക്കാൻ അറിയാത്തതാണോ, എഴുതാൻ അറിയാത്തതാണോ, അല്ലെങ്കിൽ എന്താണ് ലാംഗ്വേജിൽ അവർക്കുള്ള പ്രശ്നം എന്നത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു വെക്കേഷൻ ടൈം. അപ്പോൾ ഈ ഒരു 1-to-1 ക്ലാസ്സിലോട്ടേക്ക് CC+ന്റെ ഈ ഒരു ട്യൂഷനിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് നമ്മളെ കോൺടാക്ട് ചെയ്യുക. മുകളിൽ കൊടുത്തേക്കുന്ന 9496949929 എന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം മനസ്സിലാക്കുക.
നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്